ഈസ്റ്റേൺ ലഡാക്കിലെ മുൻ ജനറൽ ഓഫീസർ കമാൻഡിംഗ് ചുമതല വഹിച്ച മലയാളിയായ ശ്രീ പി രാജഗോപാൽ മേജർ ജനറലായി വിരമിച്ച അദ്ദേഹം ഇന്ത്യയുടെയും ചൈനയുടെയും നിലവിലത്തെ സംഘർഷാവസ്ഥയുടെ കാരണങ്ങൾ വിശദീകരിക്കുന്നു. ഞാൻ ഇന്നത്തെ ഈ ഇന്ത്യ ചൈന ഈ സബ്ജക്റ്റിനെ പറ്റി സംസാരിക്കുന്നതിന് മുമ്പ് ആദ്യം ഐ വോണ്ട് ടു ഓഫർ മൈ heartfelt condolences to the 20 Jawans of the Indian Army who have laid down their life for the country. ഇന്ത്യയും ചൈനയുമായിട്ട് ഏകദേശം 4050 കിലോമീറ്റർ റഫ്ലി ബോർഡറുണ്ട്. ഈ ബോർഡറിനെയാണ് നമ്മൾ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എന്ന് പറയുന്നത്. ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള ബോർഡർ ആണ് അത് ലൈൻ ഓഫ് കൺട്രോൾ. ഇന്ത്യ ആൻഡ് ചൈന ബോർഡറിനെയാണ് നമ്മൾ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എന്ന് പറയുന്നത്. ഇത് രണ്ടുമായിട്ട് വലിയൊരു ഡിഫറൻസ് ഉള്ളത്, ലൈൻ ഓഫ് കൺട്രോൾ അത് വളരെ ക്ലിയർ ആയിട്ട് ഡിമാർക്കേറ്റഡ് മാപ്പിലും ഗ്രൗണ്ടിലും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയും ചൈനയുമായിട്ടുള്ള ഇത്രയും ലോങ് ബോർഡർ ക്ലിയർ ആയിട്ട് മാപ്പിൽ മാർക്ക് ചെയ്തിട്ടില്ല. എന്നാലും ഗ്രൗണ്ട് ലെവലിൽ ബോത്ത് സൈഡ്സ്, ചൈനയ്ക്കും ഇന്ത്യക്കും രണ്ടുപേർക്കും എക്സാക്റ്റായിട്ട് എവിടെയാണ് ഗ്രൗണ്ടിലെ ബൗണ്ടറി എന്നറിയാം. എന്നാലും ഇവിടെ ഈ ഏരിയയിൽ ഈസ്റ്റേൺ ലഡാക്കിൽ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അവിടെ പല ഏരിയാസിലും ഡിഫറെൻറ്റ് പെർസെപ്ഷൻസ് ഉണ്ട്. ഇന്ത്യൻ സൈഡിൽ നിന്നൊരു പെർസെപ്ഷൻ ഓഫ് ദ ബോർഡർ, ചൈനീസ് സൈഡിൽ നിന്ന് വേറൊരു പെർസെപ്ഷൻ. അപ്പം ഇത് രണ്ടിൻ്റെയും ഇടയ്ക്ക് വരുന്ന ഒരു ഗ്യാപ്പ്, അവിടെയാണ് ഈ ഡിസ്പ്യൂട്ട്സ് വരുന്നത്. അതിൽ ബോത്ത് സൈഡ്സ് ക്യാരി ഔട്ട് പെട്രോളിങ്. പണ്ടേ ഇത് 1975 കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു നോട്ട് എ സിംഗിൾ റൗണ്ട് ഹാസ് ബീൻ ഫയർഡ്. ഇത്രയും ഈ 45 ഇയേഴ്സിൽ നോട്ട് എ സിംഗിൾ റൗണ്ട് ആൻഡ് ദ ബോർഡർ ഹാസ് ജനറലി ബീൻ പീസ്ഫുൾ. പക്ഷേ ഇങ്ങനത്തെ ഈ പല ഈ സ്കഫിൾസും ഫിസ്റ്റിക്കപ്സും സ്റ്റാൻഡ് ഓഫ്സും ഇത് 1975 തൊട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ബോർഡറിൽ പല ഏരിയാസിലും ഇറ്റ് ഈസ് ടേക്കിംഗ് പ്ലേസ്. അപ്പം സോ ഫാർ ഇത് വലിയ ഇഷ്യൂ ആവാതെ ലോക്കൽ ലെവൽ മാക്സിമം അറ്റ് 1 ലെവൽ ഹയർ ദ ബോർഡർ ഇഷ്യൂ സോർട്ടഡ് ഔട്ട് ഇൻ 2 days 3 days സ്റ്റാൻഡ് ഓഫ്. ഇതിൽ കൂടുതൽ ഏറ്റവും കൂടുതലായിട്ട് ലാസ്റ്റിൽ 2012 ചൂമർ ഏരിയ എന്ന് പറഞ്ഞ ഏരിയയിൽ, 2013 ഡെംചോക്ക് ഏരിയ, പിന്നെ മോർ റീസെൻ്റ്ലി 2017 ഡോക്ലം, അതിനെപ്പറ്റി എല്ലാവരും കേട്ടിരിക്കും. അവിടെയും ഒരു ലോങ്, ഈ 3 സ്റ്റാൻഡ് ഓഫിലും റഫ്ലി ഇറ്റ് ഹാസ് ടേക്കൺ 20 days to 90 days ടു റിസോൾവ് ദ ഇഷ്യൂ ബിറ്റ്വീൻ ബോത്ത് സൈഡ്സ്. പക്ഷേ എന്നാലും പീസ്ഫുള്ളായിട്ട് ഇതുവരെ ഈ ബോർഡർ പൊയ്ക്കൊണ്ടിരുന്നു. ഇതാണ് ഇതിൻ്റെ ഈ നമ്മുടെ ഈ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ഈ ദർ ഇസ് ഓൾവേസ് ടെൻഷൻ ഇൻ ദ ബോർഡർ. എന്ന് വെച്ചാൽ ക്ലിയർ ഡിമാർക്കേറ്റഡ് ബൗണ്ടറി ഇല്ല. വേറെവർ ദർ ഇസ് ക്ലിയർ ബോർഡർ ഡിമാർക്കേറ്റഡ് ഇറ്റ് ഈസ് ക്ലിയർ ടു ബോത്ത് സൈഡ്സ് എനി അഗ്രഷൻ. ഇവിടെ ഇപ്പം പ്രോബ്ലം വരുന്നത് ക്ലിയർലി ഡിമാർക്കേറ്റഡ് ബൗണ്ടറി ബോർഡർ ഇസ് നോട്ട് ദെയർ. 75 കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ ബോർഡറിൽ ബോത്ത് സൈഡ്സ് പെട്രോൾ ദ ഡിസ്പ്യൂട്ടഡ് ഏരിയ. ഇന്ത്യൻ സൈഡിൽ നിന്നും പോവും ഡിസ്പ്യൂട്ടഡ് ഏരിയ, ചൈന സൈഡിൽ നിന്നും ഡിസ്പ്യൂട്ടഡ് ഏരിയയിൽ പെട്രോളിംഗ് വരും. നോർമലി ഒരു മീറ്റിംഗ് കൺഫ്രണ്ടേഷനായ നമ്മുടെ 2 എഗ്രിമെൻറ്റ്സ് ഉണ്ട്, 1993 ആൻഡ് 1996 എഗ്രിമെൻറ്റ്. ഈ എഗ്രിമെൻറ്റ്സിൽ ക്ലിയർ ആയിട്ട് ഒരു പ്രോട്ടോക്കോൾ ലേഡ് ഡൗൺ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു കൺഫ്രണ്ടേഷൻ വന്നാൽ അതിനെ ഹൗ ടു റിസോൾവ് ഇറ്റ്. അപ്പം സോ ഫാർ ദിസ് ഹാവ് വർക്ക്ഡ് വെൽ ആൻഡ് ദർ ഹാസ് ബീൻ നോ മേജർ ഇഷ്യൂ. ഇത്തവണ ഇപ്പം ഈ കറൻറ്റ് ഇഷ്യൂസിനെ പറ്റി നമുക്ക് സംസാരിക്കുമ്പം ഇതൊരു ഫസ്റ്റ് വീക്ക് ഓഫ് മേ ഫോർ ദ ഫസ്റ്റ് ടൈം ഇതൊരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് അഗ്രഷൻ എന്ന് പറയാം ചൈനീസ് സൈഡിൽ നിന്ന്. എന്ന് വെച്ചാൽ ഫസ്റ്റ്ലി ഇതൊരു പെട്രോൾ അല്ല, ആൻഡ് ഇറ്റ് വാസ് ലാർജർ നമ്പേഴ്സ്. ദ നമ്പേഴ്സ് ഒരു എക്സാക്റ്റായിട്ട് അറിഞ്ഞുകൂടെങ്കിലും മിനിമം 100 to over 100 and in 4 different areas. Normally ഈ ഡിസ്പ്യൂട്ട്സ് വരുമ്പം they take place in one area.
ഇത്തവണ അത് 4 ഡിഫറെൻറ്റ് ഏരിയാസ് ഇൻ എ ഷോർട്ട് ഡിഫറൻസ് ഓഫ് ടൈം സ്പാൻ 4 ഡിഫറെൻറ്റ് ഏരിയാസ് നോർത്ത് തൊട്ട് നോക്കുകയാണെങ്കിൽ ഗൽവാൻ വാലി ഏരിയ, പിന്നെ താഴോട്ട് പങ്കോങ്സോ ലേക്ക് ഏരിയ, പിന്നെ ഹോട്ട് സ്പ്രിങ്സ് ഏരിയ, ഡെംചോക്ക്, ഇതേപോലെ നാപ്പുല, ഇവിടെ ഇന്ത്യ സിക്കിം ചൈന ബോർഡർ, ഇങ്ങനെ 5 ഏരിയാസിൽ സൈമൾട്ടേനിയസ്ലി ഓർ ലിറ്റിൽ ഡിഫറൻസ് ഈ ചൈനീസ് ഹാവ് കം അഗ്രസീവ്ലി ആൻഡ് ബെലിജറൻ. സാധാരണ ഈ നോർമൽ പെട്രോളിംഗ് അല്ല, കുറച്ചുകൂടെ ഒരു ഒഫൻസീവ് രീതിയിലാണ് ഇത്തവണ ഈ അഗ്രഷൻസ് അവർ നടത്തിയിരിക്കുന്നത്. ആൻഡ് 4 ഡിഫറെൻറ്റ് ഏരിയാസ്. ആൻഡ് നോർമലി ലോക്കൽ പോസ്റ്റ് ലെവൽ റെസ്പോണ്ട് ചെയ്യും. നമ്മുടെ സൈഡിൽ നിന്ന് ഇപ്പം ഇവരെ വിളിച്ച് മീറ്റിങ്ങിന് വിളിച്ചാൽ ദേ റെസ്പോണ്ട് ആൻഡ് ദെൻ ദ ഇഷ്യൂ ഇസ് സോർട്ടഡ് ഔട്ട്. പക്ഷേ ഇത്തവണ ദേ ഡിഡ് നോട്ട് റെസ്പോണ്ട്. സോ ഇതാണ് മേജർ ഡിഫറൻസസ്. സോ ഇത്തവണ ചൈന ഓർ PLA വന്നത് with a definite purpose, and it was normal patrolling alla, it was with the purpose and aggressive intent to carry out an aggression. And more importantly idile 2 areas varum, പങ്കാങ്സോ ലേക്ക് ഏരിയ, അതേ പിന്നെ ഗൽവാൻ. ഈ 2 ഏരിയ ആണ് മോർ ഇമ്പോർട്ടൻ്റ് ഏരിയാസ് വെയർ എൻക്രോച്ച്മെൻറ്റ് ഹാസ് ടേക്കൺ പ്ലേസ്. ഈ പങ്കോങ്സോ ലേക്ക് ഏരിയയിലാണെങ്കിൽ ഇവിടെ ഒരു ഡിസ്പ്യൂട്ട് ഇസ് ബിറ്റ്വീൻ, ശരിക്കും പറഞ്ഞാൽ ലേക്കിൻ്റെ വെസ്റ്റേൺ സ്ലോപ്പിൽ ദർ ആർ നമ്പർ ഓഫ് സ്പേഴ്സ് കമ്മിങ് ഡൗൺ. അതിനെ നമ്മൾ ഫിംഗേഴ്സ് 1 to 8 എന്നാണ് അതിനെ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത്. അതിൽ ഇന്ത്യൻ സൈഡിൻ്റെ contention is the line of control is up to finger 8. ചൈന പറയുന്നത് it is up to finger 4. അപ്പം there is a disputed area between 4 and 8. ഇവിടെ പണ്ടേ നടക്കുന്ന ഒരു കൺഫ്രണ്ടേഷനാണ്. പക്ഷേ in the last few years PLA has become more aggressive in this area. ഇപ്പോൾ Indian side is prevented ഇവിടെ patrolling from beyond finger 6. And ഇത്തവണ അവർ ഒരു അഗ്രസീവ് ഇൻറ്റൻഷനിൽ ദേ ഹാവ് കം ആൻഡ് ലിറ്ററലി ടേക്കൺ പൊസിഷൻ ഇൻ ഫിംഗർ 4, പ്രിവെൻറ്റിംഗ് എനി ഓഫ് ദ ഇന്ത്യൻ ട്രൂപ്സ് മൂവിങ് ബിയോണ്ട് ഫിംഗർ 4. സോ ദിസ് ഈസ് വൺ. ആൻഡ് പങ്കോങ്സോ ലേക്ക് ഹാസ് ഗോട്ട് സർട്ടൻ ഇമ്പോർട്ടൻസ് ബിക്കോസ് അത് ഇറ്റ് ഈസ് ക്ലോസ് ടു ദ ഹൈവേ between Xinjiang and Tibet. That is a long over 3,000 kilometers highway. It goes on the eastern portion of Pangongso Lake. To that extent, this area is important. But the most important area is the Galwan Valley area. ഇവിടെ ഇപ്പം നമ്മൾ പറഞ്ഞ ഗൽവാൻ വാലി ഏരിയയിൽ ശരിക്കും പറഞ്ഞാൽ there was no dispute so far. ഇതുവരെ ഇങ്ങനെ ചൈനീസ് ഇവിടെ ഒരു അഗ്രഷനോ ഇവിടെ ഒരു ഇത് കാണിച്ചിട്ടില്ല. Earlier, before in 62 it is different. In recent times, beyond 65, there has not been any claim, because here the actual line of actual control is very clear to both sides. So there was no dispute in this area, and there was never any problem in this area. But ittavana now they have come in large numbers to this area and occupied Galwan Valley adjacent heights. PLA has come and occupied in large numbers. Now the question is why ഈ ഏരിയയിൽ എന്തിനാണ് ഇത്രയും ഇമ്പോർട്ടൻസും ഇപ്പം നടന്ന ഈ കൺഫ്രണ്ടേഷനും എല്ലാം ഈ ഏരിയയിലാണ്. മെയിനായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇപ്പം ഇൻഫ്രാസ്ട്രക്ചർ എന്ന് നോക്കുകയാണെങ്കിൽ ചൈനീസ് സൈഡ് ഓഫ് ദ ഇൻഫ്രാസ്ട്രക്ചർ is far superior, and they have done immense amount of infrastructure, roads, idum ellam on their side it is very well done. Now ഈ ചൈനീസ് സ്റ്റഡി ഗ്രൂപ്പിൻ്റെ റെക്കമെൻഡേഷൻ ആയിരുന്നു ദാറ്റ് ഇന്ത്യ നമ്മുടെ സൈഡിൽ നിന്നും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യണം. ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടെങ്കിലേ യു ക്യാൻ മൂവ് യുവർ ട്രൂപ്സ് ഫോർവേഡ്, ലോജിസ്റ്റിക് സപ്പോർട്ട്, അതിനൊക്കെ സ്ട്രാറ്റജിക് റോഡ്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. ടാങ്ക്സ് മൂവ് ചെയ്യണമെങ്കിൽ, മെക്കനൈസ്ഡ് ഇത് മൂവ് ചെയ്യണമെങ്കിൽ എല്ലാം റോഡ്സ് വേണം. അത് നൗ ഔട്ട് ഓഫ് ദി 73 റോഡ്സ് നമ്മളും വി ഹാവ് റീച്ച്ഡ് അബൌട്ട് 60-70% റോഡ്സ് ഹാവ് ബീൻ കംപ്ലീറ്റഡ് in this area. So we have done a good job on infrastructure, and ഒരു പുതിയ ഒരു റോഡ് which is actually the main issue which could be troubling China
is that ഇപ്പോൾ ഒരു പുതിയ റോഡ് വി ഹാവ് കൺസ്ട്രക്റ്റഡ് ഫ്രം ലേ ടു ദാർബുക്ക് ടു ഷിയോക്ക് ടു DBO ആണ് ഈ ദൗലത് ബേഗ് ഓൾഡി. നമ്മുടെ ഇപ്പം പറയുന്ന ഗൽവാൻ വാലിയുടെ എഹെഡ് ഓഫ് ദാറ്റ് ഇസ് ദിസ് ഏരിയ വിച്ച് ഇസ് കോൾഡ് സബ് സെക്ടർ നോർത്ത്. ഇങ്ങനെ ദിസ് ഇസ് എ 250 കിലോമീറ്റർ റോഡ് അക്രോസ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് ഏരിയാസ്. ഇതിൽ വി ഹാവ് ക്രിയേറ്റഡ് എ ബ്രിഡ്ജ് ഓൾസോ അക്രോസ് ഷേക്ക് റിവർ. അപ്പം ഇത് നൗ ഈ ഗൽവാൻ വാലിയിൽ ഇപ്പം വേർ ദേ ഹാവ് ഓക്യുപ്പൈഡ്, ശരിക്കും പറഞ്ഞാൽ ദാറ്റ് ഹാസ് ഗോട്ട് ടോട്ടൽ കൺട്രോൾ ഓവർ ദിസ് റോഡ്. They can observe this road, they can bring fire onto this road. ശരിക്കും പറഞ്ഞാൽ our operational use of this road becomes very difficult. ഇപ്പോൾ ഒരു ഓപ്പറേഷൻ ടൈമിൽ നമ്മൾ if we want to use that road, it is very difficult to use it. എന്തെന്ന് വെച്ചാൽ if Galwan Valley is occupied by PLA, they have total control over this road. ഈ ഒരു പ്രൈമറി റീസൺ കൊണ്ടാണ് ഇപ്പം they have, because we have completed this road, probably the main reason why this Galwan Valley has become so important to China is that they have realized that if they don't cover this area, we have this ee oru pudiya access to this DBO, which is very important from their point of view, from Aksai Chin to a link up towards Pakistan side. This area becomes very important. So this is what has happened in the present this thing. They have occupied these areas. ഇല്ല, അവർ ഈ 62 കഴിഞ്ഞിട്ട് they withdrew to the old areas. In certain areas they withdrew to their old areas, and whatever was very important for them they retained. Aksai Chin അതൊക്കെ it's already with China. We have to. പിന്നെ ദ സെക്കൻഡ് മെയിൻ റീസൺ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ഇതിൽ സെക്കൻഡ് മെയിൻ റീസൺ ഇസ് നൗ വി ഹാവ് റിവോക്ഡ് ദി ആർട്ടിക്കിൾ 370 ആൻഡ് വി ഹാവ് മെയ്ഡ് ലഡാക്ക് ഇൻ ടു എ സെപ്പറേറ്റ് യൂണിയൻ ടെറിട്ടറി. അപ്പോൾ ഇൻ ദ മാപ്പ് നൗ വി ഹാവ് ഷോൺ ദിസ് ഏരിയ അക്സൈ ചിൻ also as part of it. It is part of India. It is part of India which has been illegally occupied by China. പക്ഷേ നമ്മളിപ്പം പുതിയ മാപ്പ് ഈ ഇത് കഴിഞ്ഞ് ആർട്ടിക്കിൾ 370 റിവോക്ക് ചെയ്തിട്ട് ഇഷ്യൂ ചെയ്തതിൽ വി ഹാവ് ഷോൺ അക്സൈ ചിൻ ഇൻ ആർ ഏരിയ. അതേപോലെ വി ഹാവ് ഓൾസോ ഷോൺ ഈ നോർത്തേൺ ഏരിയ, ഈ പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീരിൽ ഗിൽഗിറ്റ് ബാൾട്ടിസ്ഥാൻ, അവിടെയാണ് ഇപ്പം ചൈന ഇസ് ബിൽഡിംഗ് ദാറ്റ് എ റോഡ് through that CPEC. So China has got suddenly a fear complex that we are now going to do something in Aksai Chin or in this Pakistan occupied Kashmir. So this may be one of the reasons why Ipaveri Galwan Valley they have given importance, because that is the reason which is possible. ഞാനിതിൻ്റെ കുറച്ചുകൂടെ ഒരു ഇപ്പോഴത്തെ സിറ്റുവേഷനെ കുറച്ചുകൂടെ ഒന്ന് എക്സ്പാൻഡ് ചെയ്തിട്ട് ഞാൻ അതിനെപ്പറ്റി സംസാരിക്കാം. എന്ന് വെച്ചാൽ ഇപ്പം കൺഫ്രണ്ടേഷൻ വിത്ത് ചൈന അതൊരു ഇറ്റ്സ് എ ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റ്. ഇപ്പം ഈ നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരുന്ന ഇതിനെപ്പറ്റി വാട്ട് ഹാസ് ഹാപ്പൻഡ് മോസ്റ്റ് റീസെൻ്റ്ലി ഓൺ 15 ജൂൺ നൈറ്റ്, ഇപ്പം നമ്മൾ ആസ് ഐ സെഡ് ഈ ഫസ്റ്റ് വീക്ക് ഓഫ് മേ തൊട്ടാണ് ഈ കറൻറ്റ് ഈ ഡെവലപ്മെൻറ്റ്സ് തുടങ്ങിയത്. ആൻഡ് സംവെയർ ഫ്രം അബൌട്ട് തേർഡ് വീക്ക് ഓഫ് മേ ടോക്സ് സ്റ്റാർട്ടഡ് അറ്റ് മിലിറ്ററി ലെവൽ. ആദ്യം പോസ്റ്റ് കമാൻഡർ ലെവൽ, പല ലെവലിലും ടോക്സ് വന്ന് സം ടൈം ജൂൺ ഫസ്റ്റ് വീക്കിൽ ദ ലെവൽ ഓഫ് ടോക്സ് അറ്റ് ലെഫ്റ്റനൻറ്റ് ജനറൽ ലെവൽ, വേർ ഇറ്റ് വാസ് ഡിസൈഡഡ് ബോത്ത് സൈഡ്സ് വിൽ withdraw from their present positions to 2.5 kilometers behind. So ഇങ്ങനെ ഒരു ലെവലിലാണ് നമ്മൾ ഇരുന്നത്. തിങ്സ് വെർ ലുക്കിംഗ് ബെറ്റർ ആൻഡ് de-escalation was taking place. ഇങ്ങനത്തെ സിറ്റുവേഷനിലാണ് on 15th June in the night when this altercation ഒരു horrible kind of incident where no firing took place, പക്ഷേ എന്നാലും പല വിധത്തിലുള്ള പല വെപ്പൺസും ഇതിനെപ്പറ്റി ഫുൾ
ഡിസ്ക്ലോസർ ഇതുവരെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ നിന്നും കിട്ടിയിട്ടില്ല. എന്താണ് ആക്ച്വലി, ഹൗ ഡിഡ് ദിസ് ഹാപ്പൻ? ബോത്ത് സൈഡ്സ്, ചൈന പറയുന്നത് the Indian side crossed the border and went on their side. India പറയുന്നത് ഈ അവർ ആ de-escalation പ്രോസസ്സിൽ they were asked to this thing. ആ സമയത്താണ് ഇതിൻ്റെ എക്സാക്റ്റായിട്ട് ഇത് ഈ വഴക്കിലാണ് fisticuffs, although firing didn't take place for the but ഭയങ്കര ഒരു യുദ്ധം പോലെ തന്നെ അവിടെ നടന്നു. അതിൽ നമ്മുടെ സൈഡിൽ നിന്ന് 20 പേര് മരിച്ചു. നാലാളുകൾ ഇപ്പോഴും ഇവിടെ സീരിയസ് കണ്ടീഷനിലാണ്. ഇനി എത്ര പേരൂടെ അതിലുണ്ട് അത് അറിഞ്ഞുകൂടാ. ചൈനീസ് സൈഡിലും ദേ സേ അബൌട്ട് 40. ചൈന ഇതിനെപ്പറ്റി ഒരു ഫിഗേഴ്സ് കൊടുത്തില്ലെങ്കിലും ഇന്ത്യൻ ന്യൂസ് സേസ് അബൌട്ട് 41 ഓഫീസർ ആൻഡ് 40 PLA men died in this. അപ്പോൾ ഇതൊരു ഫയറിംഗ് നടന്നില്ലെങ്കിലും ഇതൊരു വളരെ സീരിയസ് ഇൻസിഡൻ്റ് ആണ്. നമ്മുടെ ഇത്രയും നാൾ പീസ്ഫുള്ളായിട്ട് നടന്ന എഗ്രിമെൻറ്റും എല്ലാം പോയി എന്ന് വെച്ചാൽ സഡൻലി തിങ്സ് ഹാവ് ഗോൺ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. നൗ കമ്മിങ് ടു ദ ക്വസ്റ്റ്യൻ, വാട്ട് ക്യാൻ വി ഡു? വെദർ ഇപ്പോൾ ഇന്ത്യയും ചൈനയുമായിട്ട് വാർ വന്നാൽ എന്താണ്, വാട്ട് ക്യാൻ വി ഡു? ഇപ്പം സിറ്റുവേഷൻ ഇസ് ലൈക്ക് ദിസ്. ഇന്നത്തെ സിറ്റുവേഷനിൽ ശരിക്കും പറഞ്ഞാൽ ദ ഹോൾ കൺട്രി നൗ വാണ്ട്സ് സംതിങ് ടു ബി ഡൺ. ബിക്കോസ് നമ്മുടെ ദ പ്രൈമറി തിങ് ഇസ്, ഇപ്പം ഇന്ത്യ കനോട്ട്, നമ്മുടെ സോവറിനിറ്റി ഓർ ടെറിട്ടോറിയൽ ഇൻറ്റഗ്രിറ്റി കനോട്ട് ബി സാക്രിഫൈസ്ഡ്. നമ്മുടെ സ്ഥലത്ത് വന്നാൽ വി ഹാവ് ടു ഗെറ്റ് ദം ഔട്ട്. അല്ലാതെ ഒരു സൊല്യൂഷൻ ഇല്ല, അവിടുന്ന് മാറ്റേണ്ടി വരും. നമ്മളിപ്പോൾ അത് ലോക്കൽ കോൺഫ്ലിക്റ്റ് ആണോ, ലോക്കൽ കോൺഫ്ലിക്റ്റ് ഇപ്പോൾ ഈ കാർഗിലും ഇറ്റ് റിമെയിൻഡ് ആസ് ഒരു ലോക്കൽ കോൺഫ്ലിക്റ്റ് എന്ന് വെച്ചാൽ എൻറ്റയർ ബോർഡേഴ്സ് വെയർ നോട്ട് ആക്ടിവേറ്റഡ്. ഇപ്പം ചൈനയുമായിട്ട് ഇപ്പം അവരെ അവിടുന്ന് എവിക്റ്റ് ചെയ്യാനായിട്ട് ഇന്ത്യ ഹാസ് ടു ടേക്ക് എ ഡിസിഷൻ. ഇറ്റ് ഈസ് നോട്ട് എ ഈസി ഡിസിഷൻ. എന്ന് വെച്ചാൽ ഒരിക്കൽ നമ്മൾ യുദ്ധത്തിന് പോയാൽ അത് ഏത് ലെവൽ വരെ പോവും അത് പറയാൻ പറ്റില്ല. ബട്ട് ദാറ്റ് ഈസ് എ ഡിസിഷൻ ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. നമുക്ക് ഇന്നത്തെ സിറ്റുവേഷനിൽ വി കനോട്ട് അഫോർഡ് ടു ലൂസ് ദാറ്റ് ഏരിയ. നമ്മുടെ ഏരിയയിൽ വന്നു, ദേ ഹാവ് ടു ബി റിമൂവ്ഡ്. ഇനി അതിനി പല ഡിഫറെൻറ്റ് മെത്തേഡ്സും ഉണ്ട്. ഇറ്റ് ഈസ് നോട്ട് മിലിറ്ററി അലോൺ. എക്കണോമിക് സാങ്ഷൻസ് ക്യാൻ ബി ദെയർ. നമ്മുടെ ഇന്ത്യ ഈസ് എ ഹ്യൂജ് എക്കണോമിക് മാർക്കറ്റ്. India can think of stopping Chinese goods. That will affect them. പല രീതിയിലും നമുക്കൊരു നെഗോഷിയേറ്റിംഗ് ടേബിളിൽ പോകാനായിട്ട് ഇന്നത്തെ സ്റ്റേജിൽ ഇപ്പം ചൈന ഹാസ് ഗോട്ട് എ ലിറ്റിൽ സുപ്പീരിയോറിറ്റി ദാറ്റ് ദേ ആർ സിറ്റിംഗ് ദെയർ. നൗ വി ഹാവ് ടു ഫൈൻഡ് എ നെഗോഷിയേഷൻ പോയിന്റ് which will force China to move out from there. Ultimately, if they don't move, we have to remove them. We have to evict them out. അവിടെ ഫൈനലായിട്ട് ആൻഡ് ഇന്ത്യയും ചൈനയുമായിട്ട് നോക്കുകയാണെങ്കിൽ വി ആർ ഈക്വലി, ഇന്ത്യൻ ആർമി ഈസ് ഹൈലി വെൽ ട്രെയിൻഡ്. പണ്ടത്തെ 62 ചൈനീസ് അതൊന്നും അല്ല. ഇന്നത്തെ സമയത്ത് ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്. ഒരു ഏരിയ ഓഫ് കോൺഫ്ലിക്റ്റിൽ വി ക്യാൻ ഹാവ് സഫിഷ്യൻറ്റ് ഫോഴ്സ് ടു ടാർഗറ്റ് പൈല. ഇറ്റ് ഈസ് നോ ഈസി walk over. ഇങ്ങനെ പണ്ടത്തെ പോലെ വന്ന് വി ആർ വെരി വെരി പവർഫുൾ നേഷൻ ആൻഡ് വി ഹാവ് ഈക്വലി, വി ആർ എ ന്യൂക്ലിയർ നേഷൻ ആൻഡ് വളരെ ഈസി ആയിട്ട് ചൈനയ്ക്ക് നമ്മുടെ ഏരിയയിലൊന്നും വരാൻ പറ്റില്ല. പക്ഷേ ഹൗ ഇറ്റ് ഈസ് ടാക്കിൾഡ്, ഇറ്റ് ഈസ് അപ് ടു ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, ക്യാബിനറ്റ്. ദേ ഹാവ് ടു ഡിസൈഡ്. ബിക്കോസ് ഇതൊരു സിമ്പിൾ ഇഷ്യൂ അല്ല. ഇറ്റ് ഹാസ് ടു ബി ഡിസ്കസ്ഡ് at the highest level and they have to find the answer. All I can say is PLA has to move out from there. How it is moved out, it is the government of India has to find a way to remove them from there. The Indian army is fully capable of handling this without a doubt, but it has to be a combined. It is not a military operation alone. It is no more a military operation alone. Military, political, diplomatic, economic, all factors come in. How can we join together and force China to come on the negotiating table and bring back the positions of prior to May? Prior to May, as on where is status quo ante, we have to get back. How we do it
It is a matter now for the Government of India to Cabinet Committee of Security to decide. They will examine various options, but we have to avenge the death of these 20 people. They have been killed by China in cold blood, and we cannot lie low and accept it. There has to be action has to be taken. Now, which way the action is to be taken, economic or whatever, that is up to the Government of India. But we cannot sit quiet. And the country should never worry on the capability of the Indian Army. Indian Army is fully capable of meeting any problem on the border. We have enough resources, and the whole country will stand behind the army.